ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് കല്ലുമ്മക്കായ് വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കിയെടുത്താലോ. അതിന് ഞാൻ കുറച്ച് കല്ലുമ്മക്കായ് ഇതേമാതിരി വേവിപ്പിച്ചിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട്. അതാണ് കല്ലുമ്മക്കായ്. അതിനേക്ക് നമുക്ക് ഒരു മസാല ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ, അതുപോലെ 4-5 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി, 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി. ഈ അതിലേക്കൊരു മസാലയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പത്തിരിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്. അതിന് തന്നെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂട്ടി തേങ്ങയും കുറച്ച് പെരുംജീരകം, ഇത് പെരുംജീരകം, ഇതിൻ്റെ പൊടിയാണ്. പിന്നെ 2-3 ചെറിയ ഉള്ളി. ഇത് കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ 1/2 കപ്പ് ചോറുണ്ട്. ഇത് അരച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ കൂട്ടണം, ഈ പൊടിയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ കല്ലുമ്മക്കായ് ഒന്ന് പൊരിച്ചെടുക്കാം. അതിൻ്റെ കുറച്ച് കറിവേപ്പില ചേർക്കാം. കല്ലുമ്മക്കായ് ഞാൻ കുറച്ച് മുളക്, മഞ്ഞൾ, പെരുംജീരകം, ഉപ്പ് ചേർത്തിട്ടതാണ്. പെരുംജീരകത്തിൻ്റെ പൊടി ഒന്ന് അധികം പൊരിയൊന്നും വേണ്ട. ഞാൻ പൊടി, ചോറ്, തേങ്ങ അരച്ചിട്ടതാണ്. ചോറ്, തേങ്ങ, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ അരച്ചെടുത്തതാണ്. നമുക്കതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി അതിലേക്ക് അരച്ചിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് ചെറുതായിട്ട് മുരിഞ്ഞാൽ മതി, അധികം മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് തിളച്ചാൽ നമുക്ക് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറുതായിരുന്നു വാടി വന്നത്. പൊടി നന്നായി ഇതിൽ കിടന്നിട്ടൊന്ന് ഒതുങ്ങി വന്നാൽ മതി. ഇത്ര വേണ്ട. ഇത് ചൂടാറിൻ്റെ ശേഷം നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് ഉണ്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ കല്ലുമ്മക്കായ് മുരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ കല്ലുമ്മക്കായ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. വേറെ പാത്രത്തിൻ്റെ ആവശ്യമില്ല. ഇതിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ അതിൽ സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലുണ്ട്. അതൊന്ന് നമുക്ക് ഇതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വന്നിട്ട് സവാള ഒക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടെടുക്കാം. ഒരു കഷ്ണം ചെറിയ വെളുത്തുള്ളി, 2-3 ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 4 പീസ് വെളുത്തുള്ളി. തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് വെക്കാം. കുറച്ച് മുളകും മഞ്ഞളും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഈ തേങ്ങ ഒന്ന് വാടി വരണം. കുറച്ച് ഉപ്പിട്ട് വെക്കുക. തേങ്ങക്കുള്ള ഉപ്പിട്ടാൽ മതി. നമ്മൾ കല്ലുമ്മക്കായി പൊരിക്കുമ്പോൾ ഉപ്പിട്ടതല്ലേ. ഒന്ന് വാടി വെക്കാം. അപ്പോൾ തേങ്ങയൊക്കെ മുരിഞ്ഞ് വന്ന് നമുക്ക് കല്ലുമ്മക്കായി പൊരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി ചേർത്തെടുക്കാം. നന്നായി ഇളക്കി ചേർത്തെടുത്താൽ മതി. ഇപ്പോൾ നന്നായി ഇളക്കി ചേർത്തെടുത്തിട്ടുണ്ട്. നമുക്കിത് തീ ഓഫാക്കാം. നമുക്ക് ഉണ്ടുണ്ടാക്കിയെടുക്കാം. അങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പോൾ 1 കപ്പ് പൊടി എടുത്തിട്ടുള്ളൂ. ഇത് ശരിക്കും 2 കപ്പ് പൊടിക്കുണ്ടാവും. നല്ലോണം മസാല ഉണ്ട്. ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് പിന്നീട് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കൂട്ടി കഴിച്ചെടുക്കാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എല്ലാം പാടെ ഒന്ന് നന്നായി ചേർത്തെടുക്കാം. പത്തിരിക്ക് വയ്ക്കുന്ന പോലെ ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല. നന്നായി കൂട്ടി ചേർത്ത് ഉപ്പൊക്കെ കണക്കാണ്. ഇങ്ങനെ കൂട്ടിച്ചേർത്ത് മതി. നമുക്കിതിനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതേപോലെ കുറച്ച് പൊടി എടുക്കുക. കൈകൊണ്ട് വെച്ച് കുറച്ച് പൊടി എടുത്ത് ചെറിയ ഉണ്ടകളാക്കിയെടുത്താൽ മതി. നമ്മളെ കൂട്ട് വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ചെറിയ ഉണ്ടാക്കിയെടുത്താൽ മതി. കുറേശ്ശെ പൊടി കല്ലുമ്മക്കായൻ്റെ കൂട്ട് വെച്ചു. ഈ രീതിയിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. പൊടി എടുത്താൽ മതി. ചെറിയ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതേപോലെ നന്നായി ക്ലോസ് ചെയ്ത് കൊടുക്കണം.
നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് മൂടി കൊടുക്കാം. ഈ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതി, ചെറിയ ചെറിയതാക്കിയിട്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് വേവട്ടെ. ഉണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ കുറച്ച് ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നിർബന്ധമില്ല, ഓപ്ഷനാണ്. കുറച്ച് മുളക്, മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ചൂടാറിയതിൻ്റെ ശേഷം എടുത്താവുള്ളൂ. പൊട്ടിപ്പോവും. ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുക. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, ടേസ്റ്റ് ഉണ്ടാവും. നല്ല ചൂടാറിയതിൻ്റെ ശേഷം ഇതെടുത്താവുള്ളൂ, അല്ലെങ്കിൽ അതിൽ പൊട്ടിപ്പോവും. ഇതേപോലെ ഇതെല്ലാം ഇട്ടിട്ടൊന്ന് മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചും വെച്ച് കൊടുക്കുക. ഇതേമാതിരി ഇങ്ങനെ തിരിച്ചു മറിച്ചും വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതിട്ടാ, നിർബന്ധമേ ഇല്ല. ഇഷ്ടമുള്ളവർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് വെറുതെ തന്നെ പുഴുങ്ങിയാക്കി തന്നെ കഴിക്കാം. ഇത് വിചാരിക്കും ഇത് പുഴുങ്ങിയില്ല ഇങ്ങനെ കഴിച്ചാൽ പോരെ, ഇനിയിപ്പോൾ എന്തിനാ അങ്ങനെ. പക്ഷേ ഇങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ഉണ്ടാവും, അത്രയേ വേണ്ടുള്ളൂ. ഇതോ ഈ ഭാഗം ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് പണി കൂടും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ടേസ്റ്റ് ഉണ്ടാവും. നമ്മളെ പൊരിച്ചുകൊണ്ടൊക്കെ അവിടെ പൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഇങ്ങനെ ഒരു ഉണ്ടാക്കി വയ്ക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓരോന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ലൊരു മുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുണ്ടാക്കി വയ്ക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കുക, ലൈക്ക് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കല്ലുമ്മക്കായി വെച്ചിട്ടുണ്ടാക്കി, ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കുക, പിന്നെ തേങ്ങയും മുളകും മാത്രം വെച്ചിട്ടുണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ബൈ.